പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോ ഒന്നിക്കുന്ന ഖലീഫ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ്. ജനനായകൻ റിലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റെക്കോർഡുകൾ തൂക്കാൻ മമ്മൂക്കയുടെ മാസ് പരിവേഷം. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇമേജ് ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. പലരും പ്രധാനമായി കമന്റ് ചെയ്തത് മാർക്കോ എന്ന ചിത്രത്തെ പറ്റിയായിരുന്നു. കൃത്യമായ ഉത്തരം മാർക്കോ തന്നെ. ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ പള്ളിയിലേക്ക് എത്തുന്ന ഒരു ഷോട്ടാണിത്. ഫ്ലാഷ് മൂവി, റാൻഡം തിങ്സ്, സന്തോഷ് കുമാർ, പൃഥ്വി, പ്രശാന്ത് ശിവം, മുഹമ്മദ് ഫൈസി തുടങ്ങിയവരാണ് ഈ കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ നിന്നും നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. ഇതിന്റെ കാരണമായി അറിയാൻ സാധിച്ചത് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് വർക്കുകൾ നടക്കുന്നതിനിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഷെരീഫ് മുഹമ്മദ് ഈ ചിത്രത്തിൽ നിന്നും പിൻവാങ്ങിയതെന്നാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്ട് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു നിർമ്മാണ കമ്പനി സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായിരുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ആണ് ഇനി മമ്മൂക്ക ഖാലിദ് റഹ്മാൻ പ്രോജക്ട് നിർമ്മിക്കുക. ഓൾറെഡി മമ്മൂക്കയെ വെച്ച് പുള്ളിക്കാരൻ സ്റ്റാറ എന്നൊരു സിനിമ ഇതേ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. ആ ചിത്രം തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നു. എന്തായാലും കാത്തിരിക്കാം ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ പ്രജിത്ത് സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് ആശകൾ 1000. ചിത്രത്തിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻ പരിപാടികൾക്ക് ഇന്നിപ്പോൾ തുടക്കമായിട്ടുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ആശകൾ 1000 വരുന്ന ഫെബ്രുവരി 6-ാം തീയതി മലയാളം, തമിഴ് ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് വരുന്ന ജനുവരി 30-ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ നാളെ രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനികാന്തിനൊപ്പം ലാലേട്ടൻ, ശിവരാജ് കുമാർ, ഷാരൂഖ് ഖാൻ തുടങ്ങി വമ്പൻ താരനിര കാമിയോ വേഷത്തിലെത്താനിരിക്കുന്ന ഈ സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രമാവും പ്രധാന ആന്റഗോണിസ്റ്റ് കഥാപാത്രമായിട്ട് എത്തുകയെന്നും ബോളിവുഡ് താരം വിദ്യാ ബാലനാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ജയിലർ 2-വിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഫർഹാൻ അക്തർ സംവിധാനം ചെയ്യുന്ന ഡോൺ 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ബോളിവുഡ് മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് സംവിധായകൻ ഫർഹാൻ അക്തർ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി രൺവീർ സിംഗ് ഡോൺ 3-ൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ദുരന്തർ എന്ന സിനിമയുടെ ബ്രഹ്മാണ്ഡ വിജയത്തിന് ശേഷം രൺവീർ സിംഗ് ചില സിനിമകൾ ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. അതിലൊന്ന് ഡോൺ 3 ആണ്. ഇതിനെ തുടർന്ന് ഷാരൂഖ് ഖാനെ ഡോൺ 3-ലെ ഹീറോ ആക്കാനുള്ള തീരുമാനത്തിൽ സംവിധായകൻ ഷാരൂഖ് ഖാനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ പറയുകയും സിനിമയുടെ ചിത്രീകരണത്തിനായി ഡേറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ സംവിധായകന് മുന്നിൽ ഷാരൂഖ് ഖാൻ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഡോൺ 3-ൽ താൻ അഭിനയിക്കാൻ തയ്യാറാണ്, എന്നാൽ ചിത്രത്തിന് നിർമ്മാണം കൈകാര്യം ചെയ്യേണ്ടത് തന്റെ സുഹൃത്തും സംവിധായകനുമായ അറ്റ്ലി ആയിരിക്കണമെന്നാണ് ഷാരൂഖ് ഖാൻ ഡിമാൻഡായി അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. സന്ദീപ് പ്രദീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കോസ്മിക് സാംസൺ. ഒരു സൂപ്പർ ഹീറോ കോമഡി ആക്ഷൻ സിനിമയായി തയ്യാറാവുന്ന കോസ്മിക് സാംസന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഒക്ടോബർ മാസം 16-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. സന്ദീപിനൊപ്പം മിയ, മുകേഷ്, അൽതാഫ് സലീം, അൽഫോൺസ് പുത്രൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കോസ്മിക് സാംസൺ എന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ ആണ്. കഴിഞ്ഞ വർഷം ഹോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുകയും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയും ചെയ്ത ഒരു ലൈവ് ആക്ഷൻ ഫാന്റസി സിനിമയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ചിത്രത്തിന് 2ാം ഭാഗം വരുന്നു. ഓൾറെഡി സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന 2027 ജൂൺ മാസം 11-ാം തീയതി ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ 2 തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CBFCക്കെതിരായി സിംഗിൾ ജഡ്ജിക്ക് നൽകിയ പരാതി പിൻവലിച്ച് CBFC നിർദ്ദേശിച്ചതുപോലെ തന്നെ റിവൈസിംഗ് കമ്മിറ്റിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ മൂവി ടീം. മാത്രമല്ല, തങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടത്തിലും മറ്റു നഷ്ടങ്ങളിലും താൻ അസ്വസ്ഥനാണെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് ഇപ്പോൾ പറയുകയുണ്ടായി. ഇതിനിടയിൽ തിയേറ്റർ വിതരണക്കാർ തങ്ങൾ തന്ന പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതിനെ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിതരണാവകാശം സ്വന്തമാക്കിയവർക്ക് KVN പ്രൊഡക്ഷൻസ് പണം തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ഫെബ്രുവരി ആദ്യവാരം നടക്കാനിരിക്കുന്ന ഹിയറിംഗിൽ അറിയാം ജനനായകൻ ഉടൻ റിലീസിന് എത്തുമോ ഇല്ലയോ എന്ന്. കാത്തിരിക്കുക ജനനായകൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2013-ൽ മലയാളത്തിൽ നിന്നും പുറത്തുവന്ന ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയെന്ന് കൃത്യമായി കമന്റ് ചെയ്യുന്ന 5 പേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഖലീഫ എന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ മുത്തശ്ശനായ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി ലാലേട്ടൻ എത്തുന്നു എന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 2 വ്യത്യസ്ത ലുക്കുകളിൽ ലാലേട്ടൻ ഖലീഫയിൽ എത്തുന്നുണ്ട് എന്നതാണ്. അതിൽ താടിയൊക്കെയുള്ള വയസ്സായ ഒരു കഥാപാത്രമായിട്ടുള്ള ലുക്കിൽ ലാലേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞെന്നും ഇനി താടിയില്ലാത്തൊരു മാസ് ലുക്കിൽ കൂടെ ഖലീഫയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. പ്രധാനമായും ലണ്ടൻ, നേപ്പാൾ, ദുബായ്, കേരളം എന്നിവിടങ്ങളിലായിട്ടാണ് ഖലീഫയുടെ ചിത്രീകരണം നടക്കുക. പിന്നെ വരുന്ന ഓഗസ്റ്റ് മാസം 20-ന് ഖലീഫ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നതാണ്. എന്നാൽ ആ ഒരു റിലീസ് തീയതിയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം അജിത് കുമാറിനെ നായകനാക്കി അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AK-64. ഒരു മാസ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ സിനിമയായി തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻസ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, ചെന്നൈ എന്നീ സ്ഥലങ്ങളാണ്. തെലുങ്ക് താരം ശ്രീലീലയാണ് AK-64-ൽ നായികയായിട്ടെത്തുക. മാത്രമല്ല മലയാളത്തിൽ നിന്നും ഒരു സൂപ്പർ താരം ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി മാസം ഷൂട്ടിംഗ് ആരംഭിച്ച് 2027 സമ്മർ റിലീസായി AK-64 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ബോളിവുഡിൽ നിന്നും 2023-ൽ പുറത്തു വന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് ദ കേരള സ്റ്റോറി. ഈ ഒരു അപരാധ സിനിമയ്ക്കും 2ാം ഭാഗം വരുന്നു. ഓൾറെഡി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 27-ാം തീയതി കേരള സ്റ്റോറി 2 തിയേറ്ററുകളിലേക്ക് എത്തും. മാത്രമല്ല വരുന്ന ജനുവരി 30-ന് ഈ ചിത്രത്തിന്റെ ഒരു ടീസറും പുറത്തു വരുന്നുണ്ട്. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് ടിക്കി ടക്ക. ആസിഫിനൊപ്പം ലുക്മാൻ, വാമിക ഗബ്ബി, നസ്ലിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടിക്കി ടക്കയുടെ ടീസർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ഫെബ്രുവരി 4-ാം തീയതി ആസിഫിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ടിക്കി ടക്കയുടെ ടീസർ റിലീസിനെത്തും. പ്രഭാസിനെ നായകനാക്കി മാരുതി സംവിധാനം ചെയ്ത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പാൻ ഇന്ത്യൻ ബോംബ് സിനിമയാണ് ദ രാജാ സാബ്. 400 കോടി രൂപയോളം മുതൽ മുടക്കിലെത്തിയ ഈ ചിത്രം 200 കോടി രൂപ മാത്രമാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനെ നേടിയിട്ടുള്ളത്. എന്തായാലും പ്രൊഡ്യൂസറിനെ വട്ടത്തിൽ മൂഞ്ചിച്ച രാജാ സാബ് OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ഫെബ്രുവരി 13-ന് ദ രാജാ സാബ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായി മൂവി ടീം നിലവിൽ കാസ്റ്റിംഗ് വർക്കുകളും ലൊക്കേഷൻ ഹണ്ടുമൊക്കെ നടത്തി വരികയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ ചിത്രം ഒരു കോമഡി ആക്ഷൻ മാസ് സിനിമയായിട്ടാണ് ഒരുങ്ങുന്നത്. പ്രധാനമായും കൊച്ചി, തിരുവനന്തപുരം, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളാണ് സിനിമയുടെ ലൊക്കേഷനുകളും. രാജമാണിക്യത്തിന് ശേഷം തിരുവനന്തപുരം സ്ലാങ്ങിൽ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു സിനിമയുമാണിത്. മമ്മൂട്ടി ഫിലിം കമ്പനിയും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ട് വരുന്ന ഫെബ്രുവരിയിൽ തുടങ്ങാനായിരുന്നു മുൻപ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന മെയ് മാസം മുതലാവും ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക.